എന്തായാലും കുട്ടി ക്രിമിനലുകൾ വർദ്ധിച്ചു. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് ഈ കൊറോണക്കാലമാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമവാസനകൾ കൂടി വന്നു. നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് സ്വന്തം സഹപാഠിയെ, അനുജനെ, ബന്ധുവിനെയൊക്കെ നിഗ്രഹിക്കാനും കൊന്നുകളയാനും വരെ ചെറിയ മക്കൾ ധൈര്യം കാണിച്ചു തുടങ്ങി. ഇന്നലെ കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ടതാണ് സംഭവിച്ചത്. ഒന്നിച്ച് വളർന്നവരാണ് അവരെത്ര. ജ്യേഷ്ഠ അനുജത്തിമാരുടെ മക്കൾ കോഴിക്കോട് ജില്ലയിൽ മുഴിക്കൽ ഭാഗത്ത് എന്തോ ഒരു കാരണത്താൽ പലതും പറയുന്ന കേട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഇന്നലെ എന്നോട് കണ്ടിട്ടൊരു കാരണം പറഞ്ഞു. അതൊന്നും ഞാൻ തൽക്കാലം വിശദീകരിക്കുന്നില്ല. ആ ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് എന്തോ ഒരു വിരോധം തോന്നുന്നു. അവൻ്റെ സ്വഭാവം അത്രമേൽ ഗുണപ്രദമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ വളർത്തിയിരുന്ന അവരുടെ വല്യമ്മ അയാളുടെ വാപ്പയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി നിർത്തുന്നു. പക്ഷെ അവൻ അന്നു മുതൽ ഈ പെൺകുട്ടിയുമായി പ്രതികാര താല്പര്യവുമായി വളരുന്നു. അവൻ്റെ വീടിൻ്റെ, അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന വല്യമ്മയുടെ വീടിൻ്റെ ചാവി ഡ്യൂപ്ലിക്കേറ്റ് അവൻ തയ്യാറാക്കി വെക്കുന്നു. ഇന്നലെ സുബൈക്ക് ബഹളം കേട്ട വല്യമ്മ എഴുന്നേൽക്കുമ്പോൾ കള്ളനാണ് ആദ്യം വിചാരിച്ചത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സ്വന്തം പൗത്രനാണ്. അവൻ്റെ പ്രത്യേകമായ മട്ടും ഭാവവും കണ്ടപ്പോൾ അവർക്ക് പേടിയായി. അപ്പോഴാണ് അവർ തൻ്റെ ചെറിയ മകളുടെ 16-കാരിയെ കുറിച്ച് ആലോചിക്കുന്നത്. അവർ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി കിടക്കുന്ന റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കഴുത്ത് മുറുക്കിയിട്ട് ആഴത്തിലുള്ള മുറിവായിട്ടുണ്ടെന്നാണ് കേട്ടത്. അതോടൊപ്പം മുഖവും കണ്ണും മൂക്കും ഒക്കെ ഈ ടാപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവർ കരയാതിരിക്കാനും പുറത്ത് ശബ്ദം കേൾക്കാതിരിക്കാനും. ആശുപത്രിയിലെത്തിയില്ല, മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ തന്നെ ഈ മറ്റൊരു റൂമിൽ കയറി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ജീവിതം ഇത്രമേൽ നിസ്സാരമാണെന്നും ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടുകൂടെ തൻ്റെ ബന്ധുവാകുന്ന എളാമയുടെ മകളാകുന്ന ആ മനുഷ്യജീവൻ ഞെക്കിക്കൊല്ലാമെന്നും ഈ കുട്ടികൾ തീരുമാനിക്കുന്നത് അവരെ മാനസികമായി നശിപ്പിച്ച, ചെകുത്താൻ്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ച കുറേ കാരണങ്ങൾ ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമൊന്നുമല്ല. കേരളത്തിൽ എത്രമേൽ റാഗിങ്ങുകൾ നടന്നു. മെഡിക്കൽ കോളേജുകളിൽ പോലും അത് സംഭവിച്ചു. റാഗിങ് കാരണം ഒരു കുട്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയെ ക്ലോസറ്റിൽ മുഖാമർത്തി പിടിച്ച് ഫ്ലഷ് അടിക്കുക പോലും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. നാലുചോക്കുങ്ങൾ സ്വന്തം സഹപാഠിയെ ക്ലോസറ്റിൽ മുഖമർത്തി പിടിക്കുക, എന്നിട്ട് ഫ്ലഷ് അടിച്ചുകൊണ്ടിരിക്കുക. റാഗിങ്ങിൻ്റെ പുതിയ പുതിയ മോഡലുകൾ ആലോചിച്ച് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ കൊല്ലാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന വിവിധങ്ങളായ സൈറ്റുകൾ കുട്ടികൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു.